എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേറ്റ യൂസ് ചെയ്ത് എങ്ങനെ വെബ് എലമെന്റ് ക്ലിക്ക് ചെയ്യും എന്നുള്ളതാണ്. ക്ലിക്കിന്റെ ഡിസ്ക്രിപ്ഷനും ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ട്രിഗേഴ്സ് എ ക്ലിക്ക് ഇവന്റ് ഓൺ ദ ഡോം എലമെന്റ്. ക്ലിക്ക് ഇവന്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ക്ലിക്ക് എന്ന മെത്തേഡ് കരേറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിക്ക് എന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സിൻഡെക്സ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ അതിനുശേഷം സ്പേസ് ക്ലിക്ക് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റിനകത്ത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലോ അല്ലെങ്കിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലോ ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെന്റിന്റെ ലൊക്കേറ്ററിന്റെ വാല്യൂ പാസ് ചെയ്യുക. സ്റ്റാർ എന്ന ക്യാച്ച് ഓൾ സിമ്പിളിന് പകരം ഗിവൺ വെൻ ദെൻ ആൻഡ് എന്നീ കീവേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ടെസ്റ്റ് യുആർഎൽ സ്വാഗ് ലാബ്സിന്റെ URL ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോഗിൻ എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാതെയാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് വരും, യൂസർ നെയിം ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഈ കരേറ്റ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേ അലേർട്ട് വരുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അസേഷൻ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് വിഷ്വലി ബ്രൗസർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളൊരു 2 സെക്കൻഡ് ഡിലേ കൊടുക്കും. ഡിലേ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമായിരിക്കും ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ലോഗിൻ ബട്ടൺ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, എലമെന്റ്സിന് ടാബ് വന്നു. അതിനുശേഷം ഞാൻ ലോഗിൻ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ID എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, അതിൻ്റെ വാല്യൂ ലോഗിൻ ഹൈഫൻ ബട്ടൺ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ID എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കരേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഹാഷ് എന്ന സിമ്പിൾ യൂസ് ചെയ്യുക. അതിനുശേഷം ID എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ യൂസ് ചെയ്താൽ മതി. ഞാൻ എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് com.test പാക്കേജ് ഉണ്ട്. ഇത് ഞാൻ ക്ലിക്ക് ഡോട്ട് ഫീച്ചർ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര്, യൂസിങ് ക്ലിക്ക്. ബാക്ക്ഗ്രൗണ്ട് എന്ന സെക്ഷനിൽ ബ്രൗസർ സെറ്റപ്പ് റിലേറ്റഡ് കമാൻഡ്സ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കമാൻഡിനും അതിൻ്റെ കറസ്പോണ്ടിങ് കമൻറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഓരോ കമാൻഡ്സ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാണ് സിനാരിയോയുടെ പേര് ക്ലിക്ക് ഓൺ ലോഗിൻ ബട്ടൺ യൂസിങ് ക്ലിക്ക്. അപ്പോൾ നമുക്ക് ആദ്യമേ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ക്രോം ബ്രൗസറിൻ്റെ അകത്ത് സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാക്സിമൈസ് ചെയ്തു. അതിനുശേഷം 2 സെക്കൻഡ് ഡിലേ കൊടുത്തു. ഇനി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടി സ്റ്റാർ എന്ന ക്യാച്ച് ഓൾ സിമ്പിൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഗിവൺ വെൻ ദെൻ ആൻഡ് എന്നീ കീവേഡ്സും യൂസ് ചെയ്യാം. അതിനുശേഷം പരാന്തസിസ് കൊടുക്കുന്നു. അതിനുശേഷം സിംഗിൾ കോഡ്സ്. ഇനി നമുക്ക് ID എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ID എന്ന ആട്രിബ്യൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹാഷിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ വാല്യൂ ആയ ലോഗിൻ ഹൈഫൻ ബട്ടൺ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ ചേഞ്ച് കാണാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് ഡിലേയും കൂടെ കൊടുക്കാം. ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ സേവ് ചെയ്യുന്നു, ഫയൽ സേവ് ചെയ്യുന്നു. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ബ്രൗസർ ഓപ്പൺ ആയി, മാക്സിമൈസ് ആയി, സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി. ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്തു, അലേർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കരേറ്റയിൽ ക്ലിക്ക് എന്ന മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.